السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ യാസീൻ 8-ാം ഭാഗമാണ്. 36 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ആ 5 ആയത്തുകൾ ഒന്ന് ഓതി നോക്കാം. അതിനുശേഷം ഓരോ ആയത്തുകളും പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ വആയത്തുൻ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാറ ഫഇദാ ഹും മുദ്ലിമൂൻ والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. ഒന്നാമത്തെ ആയത്ത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അപ്പോൾ ഇവിടെ ഓരോ അക്ഷരങ്ങൾ ആദ്യം പരിശോധിച്ചു നോക്കാം. ഇവിടെ സ നാവിൻ്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. ബ 2 ചുണ്ടും അടച്ചു വെക്കണം. മേലെ ചുണ്ടൽപ്പം പുറത്തേക്കും താഴെ ചുണ്ടൽപ്പം ഉള്ളിലേക്കും ചേർന്ന് നിൽക്കും. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അല്ലദി ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. അല്ലദി ഖലഖൽ അസ്വാജ ഖ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. അസ്വാജ അ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. സ നാവിന്റെ അറ്റത്തിന്റെ ആ ഒരു മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കും. അസ്വാജ വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. കുല്ലഹ ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ള ഉച്ചാരണത്തിന്റെ അല്പം മുൻഭാഗത്ത് നിന്നാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ മ 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. തുംബിതു ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിന്റെ ആ ഒരു പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ബ 2 ചുണ്ടിൽ നിന്നാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. ത നമ്മൾ പറഞ്ഞു നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. തുംബിതുൽ അർള ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്.
തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ വലതുഭാഗമോ ഇടതുഭാഗമോ ആ ഭാഗത്തുള്ള അണപ്പല്ലിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ്. തുംബിത്തുൽ അർള് വമിൻ അൻഫുസിഹിം, ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അൻഫുസിഹിം, തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. നാവിന്റെ കൂർത്തറ്റത്തിന് മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിലായിട്ടും ചെറുതായി നാവിന്റെ അറ്റം താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. തൊണ്ടയുടെ താഴ്ഭാഗമാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. وَمِمَّا لَا يَعْلَمُونَ وَمِمَّا لَا يَعْلَمُونَ ചുണ്ട് വൃത്താകൃതിയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇത്രയുമാണ് അക്ഷരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ തജ്വീദ് നിയമങ്ങൾ എന്ന് പറയാവുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇവിടെ തുൻബിതു എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. അത് ഇഖ്തിലാബാണ്. നൂനിനെ നമ്മൾ മീമാക്കി മറിച്ച് മണിക്കും. തുൻബിതു എന്ന് പറയുന്നതിന് പകരം തുംബിതു എന്ന് പറയും. വമിൻ അൻഫുസിഹിം, സുക്കൂനുള്ള നൂനിന് ശേഷം ആ വന്നു. ഹംസു വന്നാൽ വ്യക്തമായി പറയണം വമിൻ അൻഫുസിഹിം, അല്ലാതെ വമിൻ അൻഫുസിഹിം എന്ന് പറയാൻ പാടില്ല. അടുത്തത് അൻഫുസിഹിം, സുക്കൂനുള്ള നൂനിന് ശേഷം ഫ വന്നു. അവിടെ ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി അൻ എന്ന് പറയാതെ അൻഫുസിഹിം, നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിച്ചുച്ചരിക്കണം. അൻഫുസിഹിം വമിമ്മ, മീമിന് ശബ്ദം വന്നാൽ മണിച്ചുച്ചരിക്കണം. ലാ യഅലമൂൻ, ഇവിടെ യേ എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. ഓരോ അക്ഷരങ്ങൾ നോക്കാം. ചുണ്ട് വൃത്താകൃതിയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കും. ലഹും, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ലൈലു, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നസ്ലഹു, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. നാവിന്റെ കൂർത്ത അറ്റത്തിന് മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ കൂർത്ത അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. എന്നുള്ള ഉച്ചാരണം വരുന്നത് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നാണ്. മിൻഹു, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. നഹാർ, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിൽ സ്പർശിച്ചുകൊണ്ടാണ്. ഫഇദാഹും, മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. ഫഇദാഹും, തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മുദ്ലിമൂൻ, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അല്ലാ എന്ന് പറയുന്നത് നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്.
പക്ഷേ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെക്കുമ്പോൾ തന്നെ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന മുലിമൂൻ ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അപ്പൊ ഇവിടെ ഫഇദാഹും മുളിമൂൻ ള എന്നുള്ളത് നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. പക്ഷെ നാവിന്റെ മധ്യഭാഗം മുകളിലേക്കൊന്ന് ഉയർന്നു നിൽക്കും. ഈ പറയുന്ന ദായിൽ നിന്നും സായിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു ഉച്ചാരണമാണ്. ഇതിലുള്ള തജ്വീദ് നിയമങ്ങൾ എന്ന് പറയുന്നത് വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു النهار فإذا هم مظلمون വആയതുൻ ല വആയതുൻ ല തൻവീന് ശേഷം ല വന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഇദ്ഗാമും ബിലാവുന മണിക്കാതെ ചേർത്തോത്. അപ്പൊ വആയതുല്ല വആയതുല്ല ആയത്തുല്ല എന്ന് നേരെ പറയരുത്. അപ്പൊ അവിടെ നൂനുള്ളതായിട്ടൊന്ന് തോന്നിപ്പിക്കണം. വആയതുല്ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു മിൻഹു സുക്കൂനുള്ള നൂനിഷും ഹാ വന്നു. വ്യക്തമായി ഉച്ചരിക്കണം. അന്നഹാറ നൂനിന് ശബ്ദുണ്ട്, മണിച്ചുച്ചരിക്കണം. ഫഇദാഹും മുളിമൂൻ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു. നിർബന്ധമായിട്ടും മണിച്ചുച്ചരിക്കണം. വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഖു. അപ്പൊ ഇവിടെ വആയത്തു എന്ന് ഓതി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ലൈലു എന്നുള്ളതിന് പകരം ലെയ്ലു എന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതും തെറ്റായ ഉച്ചാരണമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യണം. അടുത്ത ആയത്ത് വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. വ രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. വശംസു ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ എന്ന് നമ്മൾ പറയുമ്പോൾ നാവിന്റെ രണ്ട് ഭാഗം, നാവിന്റെ മധ്യത്തിന്റെ രണ്ട് ഭാഗങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും നാവിന്റെ ആ ഒരു മധ്യഭാഗം ഒന്ന് കൊഴിഞ്ഞു കിടക്കുകയും അതിലൂടെ കാറ്റ് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഷ. വശംസു മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ എന്നുള്ള ഉച്ചാരണം വരുന്നത്. പക്ഷെ നാവിന്റെ കൂർത്താറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. വശംസു തജിരി ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. പക്ഷെ രി എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ തർക്കീക്കാക്കിയിട്ട് അല്പം നേർപ്പിച്ചാണ് ഉച്ചരിക്കുന്നത്. ലഹ വശംസു തജിരി ലിമുസ്തഖറിൻ ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. മുസ്തഖറിൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ലഹ ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. ദാലിക ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ക എന്നുള്ള ഉച്ചാരണത്തിന്റെ അല്പം കൂടി മുന്നിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക ഉച്ചരിക്കുന്നത്. തഖ്ദീറു ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അസീസുൽ അലീം അ തൊണ്ടയുടെ മധ്യഭാഗം. സ നാവിന്റെ കൂർത്താറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കും. അലീം അ തൊണ്ടയുടെ മധ്യഭാഗം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായിട്ട് അടച്ചു വെക്കണം. ഇതില് തജ്വീദ് നിയമങ്ങൾ എന്ന് പറയുന്നത് വശംസു തജിരി ഇവിടെയൊക്കെ വശംസു എന്ന് ഓതി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെയും തെജിരി എന്ന് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വശംസു തജിരി
തജിരി ലിമുസ്തഖറില്ലഹ. അപ്പൊ ഇവിടെ ലിമുസ്തഖരിൻ തൻവീന് ശേഷം ലാ വന്നു. അത് ഇദ്ഗാമും ബിലാ ഗുന്നയാണ്, മണിക്കാതെ ഉച്ചരിക്കണം. ലിമുസ്തഖറില്ലഹ. അപ്പൊ മണിക്കാതെ ശേഷമുള്ള ലായിലേക്ക് എന്ത് ചെയ്യും? ഈ തെൻവീനെ ചേർത്ത് വായിക്കും. ലിമുസ്തഖറില്ലഹ ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. വൽ ഖമറ, വ ചുണ്ട് വൃത്താകൃതിയിൽ വെക്കണം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഖദ്ദർനാഹു, ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മനാസില, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെച്ചുകൊണ്ടാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹത്ത, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം. ആദ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. കൽ ഉർജൂനി, ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ള ഉച്ചാരണത്തിന്റെ അല്പം കൂടി മുന്നിൽ നിന്നുകൊണ്ടാണ് ക എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അൽ ഖദീം, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഇനി ഇതിൽ തജ്വീദ് നിയമങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ഇവിടെ അക്ഷരങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് ഉച്ചരിച്ചാൽ മാത്രം മതി. മറ്റു തജ്വീദ് നിയമങ്ങളൊന്നും ഈ ആയത്തിൽ ഇല്ല. അവസാനത്തെ ആയത്താണ്. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. അപ്പോൾ ഇവിടെ ഓരോ അക്ഷരങ്ങൾ പരിശോധിച്ച് നോക്കാം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഞാൻ തൊട്ടു മുമ്പേയും വിശദീകരിച്ച് പറഞ്ഞതാണ്. നാവിന്റെ മധ്യഭാഗത്തിന്റെ രണ്ട് അറ്റങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും നാവിന്റെ മധ്യഭാഗം അല്പം കൊഴിഞ്ഞു നിൽക്കുകയും അതിലൂടെ കാറ്റ് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെക്കുന്നു. യംബഗി, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ബ രണ്ട് ചുണ്ടിൽ നിന്നാണ് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. ഗ തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. അത് ഗ ങ ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ അല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നുമല്ലാത്ത അതിനേക്കാൾ അല്പം കൂടി മാറിയ ഒരു ഉച്ചാരണമാണ് ഗ. പല ആളുകളും ഗ ങ എന്നൊക്കെ പറഞ്ഞു കാണാറുണ്ട്. അതൊക്കെ തെറ്റായ ഉച്ചാരണമാണ്. യംബഗി ലഹ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. അന്തുദിരിക്ക, ആ തൊണ്ടയുടെ താഴ്ഭാഗം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തുദിരിക്ക, ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ ആ ഒരു അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. പക്ഷെ റ എന്നുച്ചരിക്കുന്ന പോലെ അല്ലെ രി എന്നുച്ചരിക്കുമ്പോൾ നമ്മൾ അല്പം നേർപ്പിച്ചാണ് ഉച്ചരിക്കുന്നത്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. അൽ ഖമറ,
ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഓ വലല്ലൈലു വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. വലല്ലൈലു സാബിഖു സ നാവിന്റെ കൂർത്താറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. സാബിഖു ബ രണ്ട് ചുണ്ടും മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. സാബിഖു ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നഹാർ ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. റ സാബിഖുൻ നഹാരി രി എന്ന് പറയുന്നത് നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിന്നുകൊണ്ട് അല്പം നേർപ്പിച്ച ഉച്ചാരണമാണ് നഹാരി. രി എന്നുള്ള ഉച്ചാരണം വരുമ്പോൾ, അതേസമയത്ത് റ റു എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് വളരെ കനപ്പിച്ചുള്ള ഒരു ശബ്ദമാണ് വരുന്നത്. വകുല്ലുൻ വ ചുണ്ട് വൃത്താകൃതിയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വകുല്ലുൻ ഫി മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. യസ്ബഹൂൻ യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. സ നാവിന്റെ കൂർത്താറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ടുവരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. പ രണ്ട് ചുണ്ടിൽ നിന്നാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ. ലശംസു ഇവിടെ ലശംസു എന്ന് ഓതി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലശംസു യംബഗി അവിടെയും യൻബഗി എന്ന് ഓതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് യംബഗി? അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നു. സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ അവിടെ നൂനിന് നമ്മൾ മീമാക്കി മറിച്ച് മണിക്കും. അതാണ് ഇവിടെ ഒരു മീമ് ഒരു പ്രത്യേക ഒരു അടയാളം പോലെ ഇട്ടിരിക്കുന്നത്. അപ്പൊ യൻബഗി എന്നുള്ളത് യംബഗി മീമാക്കി നമ്മൾ മറിച്ച് മണിക്കും. ഇഖ്ലാബ് എന്നാണ് പറയുന്നത്. ലഹ അൻ ലഹ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസും വന്നു. അനിവാര്യമായും നീട്ടേണ്ടതില്ല, എന്നാലും നീട്ടി ഓതുന്നതാണ് ഏറ്റവും നല്ലത്. ലഹ അൻ എന്ന് ഓതുക. അൻ തുദിരിക സുക്കൂനുള്ള നൂനിന് ശേഷം ത വന്നു. ഇഖ്ഫ ആണ്. അൻ തുദിരിക എന്ന് നൂനിനെ വ്യക്തമാക്കി പറയാതെ നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിച്ചുച്ചരിക്കും. അൻ തുദിരിക അൻ തുദിരിക്കൽ ഖമറ വലല്ലൈലു. ഇവിടെയും വലല്ലൈലു എന്ന് ഓതി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വലല്ലൈലു സാബിഖുൻ നഹാർ നൂനിന് ശബ്ദ് മണിച്ചുച്ചരിക്കണം. വകുല്ലുൻ ഫി വകുല്ലുൻ ഫി തൻവീന് ശേഷം ഫ വന്നു. അതും ഇഖ്ഫ ആണ്. നൂനിനെ നമ്മൾ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് അല്ലെ തൻവീനെ വകുല്ലുൻ ഫി എന്ന് പറയാതെ വകുല്ലുൻ ഫി ഫലകിൻ യസ്ബഹൂൻ ഫലക്കിയ തൻവീന് ശേഷം യാ വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. ഫലക്കിൻ എന്നുള്ള ആ തൻവീനെ ശേഷമുള്ള യായിലേക്ക് നമ്മൾ ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കും. ഫലക്കിയ ഫലകിൻ യസ്ബഹൂൻ അവിടെയും യസ്ബഹൂൻ എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാരി വകുല്ലുൻ ഫീ ഫലക് വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. ആ 5 ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കിയിട്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ
أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون ഇൻഷാ അല്ലാഹ് അടുത്ത 5 ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ഖുർആൻ പാരായണം പഠിക്കാനും അതനുസരിച്ച് ഖുർആൻ ഓതാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.